ഒരു മനസ്സമാധാനം ഇല്ലല്ലോ. അമ്മാരാണ് F3 GT, ഒരുത്തനാണ് നോഡ് 2 ഇറക്കാൻ പോവുക. അമ്മാർ രണ്ടും എൻ്റെ X7 Maxനെ കൊല്ലും, ഞാനും എൻ്റെ X7 Max മാത്രം ഒറ്റയ്ക്ക്. അങ്ങനെ പറ്റത്തില്ല, രണ്ടിലും തമ്മിലടുപ്പിക്കണം, പിരികെറ്റി വിടാം. ഇവിടെ 2022 കളർ വോയ്സ് നമ്മുടെ ഫോണുകളിലെല്ലാം റോൾ ഔട്ട് ആയിരിക്കണം. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ചെയ്തു വെക്കുക കേട്ടോ. ഹലോ അളിയാ, ഞാനാ. പറയടാ. എടാ, നിൻ്റെ അടുത്തൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിക്കുന്നത്. അതായത് പൊക്കോക്കാരില്ലേ, അമ്മാർ അവരുടെ ഫോൺ F3 GT 25,000 രൂപ റേഞ്ചിൽ ഇറക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ നിൻ്റെ ലീഗ് ഞാൻ കണ്ടു 32,000 രൂപയല്ലേ. 32,000-നൊക്കെ ഇറക്കുവാണെങ്കിൽ നീ വെറുതെ ചന്ദ്രനി പോയി വടിയും കുത്തിയിരിക്കേണ്ടി വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രൈസ് കുറയ്ക്കാനുള്ള വല്ല പരിപാടി നോക്കുക, അല്ലെങ്കിൽ മിക്കവാറും നീ പിന്നെ എയറിലിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പോടാ, 25,000 റേഞ്ചോ? അമ്മാർ അത്രയ്ക്ക് അഗ്രസീവ് ആക്കുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പേരിനൊരു 6GB വേരിയൻറ്റ് ഇറക്കാം, ഇച്ചിരി പ്രൈസും കുറയ്ക്കാം. അപ്പം കുറച്ചൊക്കെ സെറ്റ് ആയിക്കോളും, ആൾക്കാർക്ക് പ്രൈസ് കുറഞ്ഞ് കണ്ടാൽ മതിയല്ലോ. എന്തുവാണ് നിനക്ക് ഈ ബേസ് വേരിയൻറ്റിനോട് തന്നെ ഇത്ര ശത്രുത? എന്തേലും ചെയ്യ്. അപ്പം ശരി, ബൈ. ഇനിയാടോ കളി വരാൻ പോകുന്നത്? രണ്ടിനെ വിളിച്ച് ഒന്നുകൂടെ പിരികേറ്റി തമ്മിലടിപ്പിക്കുക. ആദ്യം നമുക്ക് പൊക്കോനെ വിളിക്കാം. എടോ, വട്ടുമൂത്താണോ എന്നറിയത്തില്ല, പക്ഷേ ഒരു കിടിലൻ ഐഡിയ കിട്ടി. റിവേഴ്സ് പ്രൈസിങ്. നമുക്ക് പതുക്കെ പതുക്കെ പ്രൈസ് കൂട്ടി വെക്കാം. അത് ആദ്യമേ കുറച്ചിട്ട് പിന്നെ പതുക്കെ കൂട്ടാം. എങ്ങനെയുണ്ട്? അതാണ്. ഹലോ ഹലോ, എന്നൊക്കെ ഉണ്ടോ? പുതിയ ന്യൂസ് എന്നൊക്കെയാ? എടാ, പുതിയ ഫോണൊക്കെ ലോഞ്ച് ചെയ്ത് ചുമ്മാ പോളി പ്രൈസൊക്കെ വെച്ചേക്കുന്നേ. ഓഹോ, പക്ഷെ ഞാൻ എല്ലാ റിവ്യൂസിലും നോട്ട് 2 ബെറ്റർ ആയിട്ടാണല്ലോ ഇവിടെ കേൾക്കുന്നത്. നിങ്ങളുടെ F3 GTക്ക് അത്രയും സെറ്റപ്പായിട്ട് ഞാൻ കേൾക്കുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ കേൾക്കുന്ന എല്ലാം പോസിറ്റീവ് റിവ്യൂ ആണല്ലോ. അമ്മാരുടെ ബ്രാൻഡിൽ ഞങ്ങൾ തല്ലി പൊട്ടിച്ചെന്നൊക്കെ കേട്ടെ. എടാ അല്ലേടാ, നോട്ട് 2 ഇല്ല. എടാ, അമ്മാരുടെ ക്യാമറയ്ക്കകത്ത് മറ്റേ OLX ഒക്കെ ഉണ്ട്. കിടിലൻ ക്യാമറയാണെന്നാണ് പറയുന്നത്. OLXോ? അതിൻ്റെ ക്യാമറ സെൻസർ വിൽക്കാൻ പോകണം. നീ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വല്ലതാണോ ഉദ്ദേശിച്ചത്? അത് തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. എടാ അതല്ലടാ, നിങ്ങളുടെ ഫോൺസ് ഈ 5Gയുടെ ബാൻഡും കുറവല്ലേ? നിങ്ങൾ അതിൻ്റെ 2 എണ്ണേ ഉള്ളൂ. അമ്മാറിനകത്ത് 9 എണ്ണം ഉണ്ട്. ചുമ്മാ പൊളിക്കാം. 5Gയുടെ ബാൻഡ്സിൻ്റെ കാര്യത്തിലും അമ്മാർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ ഫോണിന് ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. അതിൻ്റെ ഏർപ്പാടാ. 2 വർഷം മുമ്പ് F1ൻ്റെ കാര്യത്തിൽ അമ്മാരെ ഞങ്ങൾ ഒതുക്കിയതാണ്. പിന്നെ അല്ല, ഇനി അമ്മാരെ കാണുന്നുണ്ട് ഞാൻ. ശരി എന്നാ. ഓക്കെടാ, ഞാൻ നിനക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും. നീ പൊളിക്ക്. പിന്നെ അല്ല, ഒരുത്തനെ ചന്ദ്രനിലേക്ക് വിട്ടിട്ടുണ്ട്, നമുക്ക് മറ്റവനെ യുറാനസിലേക്ക് വിടാം. ഇപ്പം തന്നെ അളിയനെ വിളിക്കാം. എടോ, എന്താടോ ഇതുവരെ ആമസോണിൻ്റെ പോസ്റ്റർ റെഡി ആയില്ലേ? പോസ്റ്ററിനകത്ത് 29,999 കൊടുക്കുക. 6GB വേരിയൻറ്റിനെ പറ്റി ഇപ്പോൾ ഒരു അക്ഷരവും മിണ്ടരുത്. അത് നമ്മളുടെ ഒരു ഉടായ്പ വേരിയൻ്റാണ്. അത് പതുക്കെ ആൾക്കാർ അറിഞ്ഞോളൂ. പിന്നെ ആരുടെ വിളി? ഹലോ, ആടാ പറയടാ. എടാ, എന്തുവാടാ നിന്റെ ഫോൺ ഫുള്ള് നെഗറ്റീവ് ആണല്ലോ? ഞാൻ കേട്ടത് പൊക്കോക്കാർ നിന്റെ ഫോണിൻ്റെ കൊന്നെന്നാ. അമ്മാരുടെ ഫോണാണ് ഇപ്പോൾ ബെറ്റർ എന്നാണ് ആൾക്കാർ പറയുന്നത്. എടാ ചുമ്മാ പറയില്ലേ കേട്ടോ, കുറേ നാൾക്ക് ശേഷം നല്ല അഭിപ്രായം കേൾക്കുന്നു, അറിയോ? എനിക്കവിടെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, അറിയോ? നീ എന്നെ പറയുന്നത് നിന്റെ ഫോണിന് ഫുള്ള് നെഗറ്റീവ്. ഒന്നാമത്തെ കാര്യം, നീ നമ്മുടെ ഓക്സിജൻ വോയ്സ് എടുത്ത് മാറ്റി അതിനകത്ത് വെള്ളം ചേർത്ത കളർ വോയ്സ് കയറ്റിയില്ലേ? അതിൻ്റെതായ നല്ല രീതിയിൽ തെറി വരുന്നുണ്ട് ആൾക്കാരുടെ ഭാഗത്തുനിന്ന്. എടാ അതുമല്ല, അമ്മാരുടെ ഫോണിൽ 10 ബിറ്റിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ട്. നിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? എന്നും പറഞ്ഞ് നമ്മുടെ ബ്രാൻഡിന് അത്രയും ബ്രാൻഡ് വാല്യൂ അമ്മാർക്കുണ്ടോ? എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പണി കൊടുക്കാം അമ്മാർക്കിട്ട്. പിന്നെ അല്ല, ശരിയെന്നാ. ആടാ അങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് ഇമാര് വല്ല ഒതുക്കണം. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ നിനക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും കേട്ടോ. എന്ത് സഹായം ഉണ്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ശരിയെന്നാ. എടോ, ആ ഫ്ലിപ്കാർട്ടിൽ വിളിച്ചിട്ടേ X7 Maxൻ്റെ പ്രൈസ് 24,999 ആക്കിയെന്ന് പറഞ്ഞേക്കെ. പിന്നെ ബാങ്ക് ഓഫർ ആയതുകൊണ്ടല്ലോ, അത് എല്ലാം കൂടെ കൂട്ടി ഒരു 23,000 റേഞ്ചിലേക്ക് ആക്കി കേട്ടോ. പിന്നെ എനിക്കൊരു ചായയും കൂടെ മേടിച്ചുണ്ടോ കേട്ടോ, ഒരാശ്വാസം. അങ്ങനെ അവസാനം പോക്കോയും OnePlus തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. പോക്കോ F3 GT, OnePlus അവരുടെ OnePlus Nord 2 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോക്കോ F3 GT വേഴ്സസ് OnePlus Nord 2 ഈ രണ്ട് ഫോൺ തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ മേനിയാക്ക് എന്ന യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളൂ, 2 ഫോൺസ് ഇറക്കിയപ്പോഴും സത്യം പറഞ്ഞാൽ അത്ഭുതം വന്നത് OnePlus ഇറക്കിയപ്പോൾ പ്രൈസിൽ അത്ഭുതപ്പെടുത്തി. കാരണം OnePlus പൊതുവെ ഇടുന്ന പ്രൈസിനും അത്യാവശ്യം അഗ്രസീവായിട്ടാണ് പ്രൈസ് ചെയ്തത്. പോക്കോ ആണെങ്കിൽ എന്താ പറയുക, OnePlusനെ ട്രോളിക്കൊണ്ടിരുന്നാണെങ്കിലും അവസാനം പോക്കോയും അത്യാവശ്യം കിടിലും പ്രൈസിലേക്ക് പോയി. പക്ഷേ ഈ പോക്കോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാര്യം നമ്മൾ മനസ്സിലായി, OnePlus ചത്തു. കാരണം അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വന്നു. പക്ഷേ
അങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടെ ഈ പറഞ്ഞ അതിൻ്റെ സ്പെക്സൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് വൺ പ്ലസിനെ കൊല്ലാനും പറ്റിയിട്ടില്ല. ഈവൻ വൺ പ്ലസ് എന്താ പറയുക F3 GT ചില കാര്യത്തിൽ മികച്ച് നിൽക്കുന്നു. അപ്പം അങ്ങനെ ഒരു ഉറപ്പിലേക്ക് എത്തിയിട്ടില്ല രണ്ടിൽ ആരാ കൊന്നെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആരെ കൊന്നെന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെയും ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് കടക്കാം. പോക്കോ F3 GT നമുക്ക് അലൂമിനിയം ഫ്രെയിമാണ് ലഭിക്കുന്നത്. ഗ്ലാസ് ബാക്ക് ആണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 205 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. 8.3 മില്ലിമീറ്റർ തിക്നെസ് ആണ്. IP53 സ്പ്ലാഷ് പ്രൂഫാണ്. വൺ പ്ലസ് നോട്ട് 2ലേക്ക് വരികയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. ഗ്ലാസ് ബാക്ക് ആണ്. ഗൊറില്ല ഗ്ലാസ് സ്പെസിഫൈ ആയിട്ടില്ല. ചിലടത്ത് പറഞ്ഞത് ഗൊറില്ല ഗ്ലാസ് 5 എന്ന് തന്നെയാണ്. ഇവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. എനിവേ എനിക്ക് തോന്നുന്ന ഗൊറില്ല ഗ്ലാസ് 5 തന്നെ ആയിരിക്കും. 189 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. 8.25 മില്ലിമീറ്റർ തിക്നെസ് ആണ്. അപ്പോൾ രണ്ട് ഫോണിൻ്റെയും ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോക്കോ F3 GT നമുക്ക് ഏത് അകലത്ത് നിന്ന് നോക്കിയാലും അത് ഗെയിമിംഗ് ഫോണാണെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിയും. അപ്പം എനിക്ക് തോന്നുന്നൊരു നോർമൽ യൂസർ എനിക്ക് തോന്നുന്നില്ല F3 GTയുടെ ഡിസൈൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷേ ബിൽഡ് നല്ലത് F3യുടെയാണ്. കാരണം അലൂമിനിയം ഫ്രെയിം ആണുള്ളത്. പക്ഷേ ഒരു അത്യാവശ്യം ഒരു ഓൾറൗണ്ട് നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ മിക്കവാറും വൺ പ്ലസിലേക്ക് പോകാനാണ് സാധ്യത. എന്തായാലും ഇത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഗെയിമർ ആണെങ്കിൽ F3 GT അല്ലെങ്കിൽ നോട്ട് 2ൻ്റെ ഡിസൈനിലേക്ക് പോകാം. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കിടക്കാം. പോക്കോ F3 GT നല്ല കിഡിലൻ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതായത് 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന് റിഫ്രഷ് റേറ്റ് ഉണ്ട്. 480 ഹെർട്സിന് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. ഇത്രയും കൂടുതൽ ആദ്യമായിട്ടാണ് തോന്നുന്നു. 10 ബിറ്റിൻ്റെ ഡിസ്പ്ലേ ആണ്. അതായത് 10 ബിറ്റ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. കൂടുതൽ കളർ ഇൻഫോർമേഷൻസ് ആണ്. അതായത് ഈ പറഞ്ഞ നിലവിൽ 8 ബിറ്റ് ഡിസ്പ്ലേയിലുള്ള കളറിനേലും കൂടുതൽ കളർ ഷെയ്ഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊരു ആകാശം ഭൂമി വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ടില്ല. എന്നാൽ സ്ലൈറ്റ്ലി ബെറ്റർ 10 ബിറ്റ് തന്നെ ആയിരിക്കും. HDR10+ സർട്ടിഫൈഡ് ആണ്. ഇവിടെ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. വൺ പ്ലസ് നോട്ട് 2ലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 6.43 ഇഞ്ചിന് ഒരു ഫുൾ HD+ ഫ്ലൂയിഡ് ആമോലെഡ് എന്ന് അവർ പറയുന്ന ഡിസ്പ്ലേ ആണ്. എനിവേ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ്. ഫ്ലൂയിഡ് ആമോലെഡ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ടൈമാണെന്ന് മനസ്സിലാക്കിക്കോ. രണ്ടും ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. HDR10+ സർട്ടിഫൈഡ് ആണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് പോക്കോ F3 GTയുടെ ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം 10 ബിറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കളറൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ F3 GT. എന്നാൽ നോട്ട് 2 പൊട്ടയെന്നല്ല, രണ്ടും ആമോലെഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ എന്തായാലും ഉണ്ടാവും. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കിടക്കാം. രണ്ടിലും ഒരേ പ്രൊസസർ തന്നെയാണ്. MediaTek Dimensity 1200 ആണ്. അപ്പോൾ ഇതൊരു 6 നാനോമീറ്റർ ബേസ്ഡ് ചിപ്സെറ്റ് ആണ്. വൺ പ്ലസ് നോട്ട് 2ലുള്ളത് Dimensity 1200 AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടെ കുറച്ച് ബൂസ്റ്റ് ചെയ്ത ഒരു പ്രോസസ്സറാണ്. AI കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ക്യാമറയിലാണ് ഇവർ കൂടുതലായിട്ട് AI വെച്ച് ഫോക്കസ് ചെയ്യുന്നത്. LPDDR4Xൻ്റെ റാം ടൈപ്പാണ് രണ്ട് ഫോണിലും. UFS 3.1ൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് രണ്ട് ഫോണിലും. Mali G77 MC9 ആണ് GPU. അടുത്തായിട്ട് പോക്കോ F3 GTയിൽ നമുക്ക് 2 ബാൻഡേ ഉള്ളൂ. അപ്പോൾ വൺ പ്ലസിനെ പറഞ്ഞ് അവസാനം അവർ കുറേ ബാൻഡ് തന്നു. ഈ ബാൻഡ് തന്നതിന് പല കാരണമുണ്ട്. ഒന്ന്, MediaTekൻ്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് കാശ് കുറവായിരിക്കും, അതുകൊണ്ടാണ് കൂടുതൽ തന്നത്. എനിവേ അവിടെയും ഇത്തരം പോക്കോ കമ്പനി കാണിച്ചു. അതായത് അവർക്ക് വേണമെങ്കിൽ തരായിരുന്നു, ഒരു 3-4-5 എണ്ണം തരായിരുന്നു. അവരവിടെ 2 എണ്ണമായിട്ട് ചുരുക്കി. എനിക്കറിയത്തില്ല, ബാക്കി സ്പെക്കെല്ലാം കിടിലിനാക്കിക്കൊണ്ട് 2 എണ്ണം ഇവിടെ തന്നാണോ എന്നറിയത്തില്ല. എനിവേ അത് മോശം തന്നെയാണ്. പക്ഷേ വൺ പ്ലസ് നോട്ട് 2ൽ നമുക്ക് 9 ബാൻഡ് ഉണ്ട്. അതായത് സ്റ്റാൻഡ് അലോണും നോൺ സ്റ്റാൻഡ് അലോണോട് ചേർത്താണ് 9 ബാൻഡ്. ടിപ്പിക്കലി പറയുകയാണെങ്കിൽ 6 ബാൻഡേ ഉള്ളൂ. 6 ബാൻഡാണ്. അതായത് N41, N78, N28A, N1, N3. പോക്കോ F3 GTയിൽ N77, N78 2 ബാൻഡാണ്. അപ്പോൾ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ MediaTek അല്ലേ, മുട്ട ഒഴുകാൻ പറ്റുമോ, അമ്മാതിരി ചൂടാവുമോ എന്നൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം. എനിവേ പറയുന്നത് പോക്കോ F3 GTയുടെ കാര്യത്തിൽ എനിക്ക് പറയാം കുറച്ച് കുഴപ്പമില്ലായിരിക്കും. കാരണം ഇതിനകത്ത് നമുക്ക് വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്. കൂളിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനകത്ത് അധികം ഹീറ്റിംഗ് വരാൻ സാധ്യത കുറവാണ്. എന്തായാലും കമ്പയർഡ് ടു നോട്ട് 2 എനിക്ക് തോന്നുന്നത് പോക്കോ F3 GT കുറച്ചുകൂടെ കൂൾ ചെയ്ത് നിൽക്കും. നോട്ട് 2ൽ ഏത് കൂളിംഗ് ആണെന്ന് ആർക്കും അറിയത്തില്ല, അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. എനിവേ ഡെയിലി യൂസേജിൽ രണ്ടും അടിപൊളിയായിരിക്കും. കാരണം പ്രോസസ്സർ നോർമൽ യൂസിന് കിടിലിനായിരിക്കും, ഒരു രക്ഷയില്ല. കാരണം Qualcomm Snapdragon 870 എന്ന് പറഞ്ഞ ചിപ്സെറ്റിൻ്റെ റേഞ്ചിലാണ് Dimensity ഇരിക്കുന്നത്. സ്റ്റെബിലിറ്റി അത്രയില്ല. സ്റ്റിൽ ആ ഒരു ചിപ്സെറ്റുമായിട്ട് അത്യാവശ്യം CPU വെച്ച് പവർഫുള്ളാണ്, അതിനേലും കുറച്ചുകൂടെ പവർഫുള്ളാണ്. പക്ഷേ മൊത്തത്തിലൊരു ബാലൻസ്ഡ് നോക്കുമ്പോൾ 870 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ. എനിവേ നോർമൽ യൂസിൽ നിങ്ങൾക്ക് ഒരു വിഷയവും വരത്തില്ല. ഗെയിമിങ്ങിൽ എന്തായാലും F3 GT തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം
കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെയും ക്യാമറ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് കിടക്കാം. പോക്കോ F3 GTയിൽ നമുക്ക് ലഭിക്കുന്ന 64 മെഗാ പിക്സലിലെ ഒരു ഒമിനി വിഷൻ്റെ സെൻസറാണ്. 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിലെ പ്രസനും ഉണ്ട്. OnePlus Note 2ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 50 മെഗാ പിക്സലിൽ ഒരു സോണി IMX766, ഇതൊരു സോണിയുടെ ലേറ്റസ്റ്റ് ജനറേഷൻ സെൻസറാണ്. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിലെ പ്രസനും ഉണ്ട്. കൂടാതെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷന് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അത് വളരെ അടിപൊളി കാര്യമാണ്. കാരണം ഈ ഒരു റേഞ്ചിൽ IQ7-ഉം ഈ OnePlus Note 2-ന് മാത്രമേ OIS ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ സോണിയുടെ സെൻസർ F3 GTയുടെ ഒമ്നി വിഷൻ എനിക്ക് തോന്നുന്നില്ല സോണിയുടെ ആ റേഞ്ച് പിടിക്കുമെന്ന്. പിന്നെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്താൽ ചിലപ്പം ആകും, പക്ഷേ പോക്കോ ഗൂഗിൾ അല്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല. എനിവേ ക്യാമറ കാറ്റഗറിയിൽ ഞാൻ OnePlus Note 2-നാണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്. രണ്ട് ഫോണിലും 4K 30 FPS ആണ്. പോക്കോ F3 GTയിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. OnePlus Noteൽ നമുക്ക് 32 മെഗാ പിക്സലിലെ സോണി IMX615 ആണ്. അത് തന്നെ സോണിയുടെ സെൻസർ ആയിട്ട് സ്പെസിഫൈ ചെയ്തതേ ഉള്ളൂ. എനിവേ OnePlus ഇപ്രാവശ്യം സോണിയുടെ സെൻസർ യൂസ് ചെയ്തിട്ടുണ്ട്. പോക്കോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ക്യാമറ സെൻട്രിക് ഫോൺ അല്ല. അതുകൊണ്ടാണ് ഇവർ ക്യാമറയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്. ഇതൊരു ഗെയിമിംഗ് അല്ലെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ ആയതുകൊണ്ടായിരിക്കും. എനിവേ ക്യാമറ താല്പര്യമുള്ളവർ OnePlusലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെയും പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ കിടക്കാം. സോഫ്റ്റ്വെയർ MIUI 12.5 ബേസ്ഡ് ഓൺ Android 11 ആണ് പോക്കോ F3 GTയിൽ. Oxygen OS 11.3 ബേസ്ഡ് ഓൺ Android 11 ബേസ്ഡ് ഓൺ കോഡ് ബേസ് ഓഫ് ColorOS ആണ് OnePlus Note 2-ലുള്ളത്. നമുക്കിവിടെ സംസാരിക്കാം. അതായത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ തകർന്ന ഒരു UI-യും ഒരെണ്ണം തകരാൻ പോകുന്ന ഒരു UI ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ MIUI അത്യാവശ്യം പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഇപ്പം കുറച്ച് നന്നായിട്ട് വരുന്നു എന്ന് കേൾക്കുന്നു. OnePlus അവിടെ ഉള്ള വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Oxygen OS 11.3 അതായത് ColorOSൻ്റെ കോഡ് ബേസുമായിട്ട് മിക്സ് ചെയ്ത Oxygen OS ആണ്. അപ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ കോഡ് ബേസുമായിട്ട് ഇങ്ങനെ ColorOS ആയിട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പക്ഷേ വ്യത്യാസം ഉണ്ട്. ഇവർ പറഞ്ഞത് അകത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. പുറമേ നമ്മൾ സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ Oxygen OS വളരെ പെർഫെക്റ്റ്ലി സെയിം. അതായത് OnePlus 9 സീരീസ് പോലെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല. സെറ്റിങ്സ് ഒക്കെ അത്യാവശ്യം ColorOS പോലെ ആയിരിക്കുകയാണ്. ക്യാമറ ആപ്പ് OnePlusൻ്റെ ക്യാമറ ആപ്പ് ഇപ്പം റിയൽമിയും ഒപ്പോ ഫോൺസിലുള്ള സെയിം അതായത് ColorOSലുള്ള ക്യാമറ ആപ്പായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് എന്തിൻ്റെ തുടക്കമെന്ന് മനസ്സിലാകുന്നില്ല. പരാജയത്തിലേക്കുള്ള പോക്കാണോ എന്ന് അറിയത്തില്ല. ഇത് മൊത്തത്തിൽ അവസാനം ColorOS ആക്കുമെന്ന് ആർക്കും അറിയത്തില്ല. എനിവേ ഇപ്പോഴും Oxygen OS അത്യാവശ്യം പ്രൗഢിയിൽ തന്നെ നിൽക്കുന്നു. ഇതുവരെ അവർ മുടിപ്പിച്ചിട്ടില്ല. എന്തായാലും കണ്ടറിയേണ്ടി വരും, അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റിങ്സും ചില സ്ഥലത്തൊക്കെ മാത്രമേ ഈ പറഞ്ഞ പോലെ ColorOSന് ചെറിയൊരു ഇതുണ്ട്. എനിവേ ഇവിടെ എനിക്ക് എൻ്റെ പ്രിഫറൻസ് ഇപ്പോഴും Oxygen OS തന്നെയാണ്. അത് ColorOS മൊത്തം ColorOS ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പറയേണ്ടി വരും. എനിവേ ഈ ഒരു കാറ്റഗറി ഓഫ് കോഴ്സ് OnePlus കൊണ്ടുപോയിരിക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. പോക്കോ F3 GTയുടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് പറയാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ എവിടെ അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറഞ്ഞേക്കാം. 3.5mm ജാക്കില്ല, കിടിലൻ ഫീച്ചറാണ്. SD കാർഡിൻ്റെ സ്ലോട്ടും ഇല്ല, അത് അതിനേലും വലിയ കിടിലൻ ഫീച്ചറാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ഗെയിമിംഗ് ട്രിഗേഴ്സ് ഉണ്ട്, അതായത് ഗെയിം കളിക്കാൻ നേരത്ത് സൈഡിൽ ട്രിഗേഴ്സ് ഉണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ വൈബായിരിക്കും. RGB ലൈറ്റിംഗ് ഉണ്ട്, അത് പുറകെ ക്യാമറ സെൻസറിൻ്റെ അവിടെ രണ്ട് സൈഡിൽ അത് മേളിലും താഴെയായിട്ട് ചെറിയ രീതിയിലുള്ള RGB ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലൈറ്റ് അടിച്ച് ഗെയിം കളിക്കാം. X-ആക്സിസ് മോട്ടർ ഉണ്ട്, ഹാപ്റ്റിക് ഫീഡ്ബാക്കിന്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഡോൾബി ആറ്റ്മോസിൻ്റെ ആണ്, അത്യാവശ്യം നല്ല കാര്യം തന്നെയാണ്. IR ബ്ലാസ്റ്റർ എക്സ്ക്ലൂസീവ് ഫോർ പോക്കോ ആൻഡ് ഷവോമി. വേപ്പർ ചേംബർ കൂളിംഗ് ടെക്നോളജി ഈ ഒരു ഫോണിലുണ്ട്, അതായത് അത്യാവശ്യം കിടിലൻ കൂളിംഗ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു ഫോണിൽ വെച്ചിരിക്കുന്നത്. OnePlus Note 2ലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് 3.5mm ജാക്ക് ഇല്ല, അതിനേലും വലിയ ഫീച്ചറായ SD കാർഡും ഇല്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് X-ആക്സിസ് മോട്ടറുണ്ട്, NFC-യുടെ സപ്പോർട്ടുണ്ട്, AI ഒപ്റ്റിമൈസ്ഡ് ക്യാമറയാണ്. സോ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പോക്കോ കുറച്ചുകൂടെ മുന്നിലാണ്. കാരണം ഗെയിം പരമായി കുറേയേറെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഗെയിമിങ്ങിൻ്റെ ഒരു ബട്ടൺ വരെ ഉണ്ട്, അതായത് ഒരു സ്ലൈഡർ ഉണ്ട്. അതായത് അത് ഓണാക്കി കഴിയുമ്പോൾ ഗെയിം മോഡിലേക്ക് പോകും, ഫുള്ള് ഗെയിം കളിക്കാനുള്ള സെറ്റപ്പിലേക്കാവും. അത് ഓഫായി കഴിയുമ്പോൾ നോർമൽ ഈ പറഞ്ഞ ഗുഡ് നൈറ്റ് ഇല്ലേ, മറ്റേ ഈ കൊതുകിനെ കൊല്ലുന്ന അതിൻ്റെ ആക്റ്റീവ് മോഡും നോർമൽ മോഡും പോലാന്ന് തോന്നും. എനിവേ നല്ല കാര്യം. അപ്പോൾ ഗെയിമേഴ്സിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഫോണാണ് F3 GT എന്നാണ് ഈ ഫീച്ചേഴ്സൊക്കെ കണ്ടിട്ട് മനസ്സിലാകുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയിൽ കിടക്കാം. പോക്കോ F3 GT നമുക്ക് 5065 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഒരു കിടിലൻ ഫാസ്റ്റ് ചാർജറും ഇൻ ദ ബോക്സ് ആണ്. OnePlus Note 2ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 4500 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ വാർപ്പ് ചാർജറും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറി അത്യാവശ്യം ബാലൻസ് ആണ്. 65, 67, 4500, 5000
അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഫിക്സ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെയും പ്രൈസിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കിടക്കാം. പോക്കോ F3 GT 6GB 128GB പ്രൈസാണ് 26,999. എയർലി ബിഡ് പ്രൈസ്, അതായത് ആദ്യത്തെ ആഴ്ച നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 25,999 കിട്ടും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രൈസ് കൂടും. ഫൈനലി 26,999 വരും. അതായത് ഇവർ ആദ്യമേ തന്നെ പ്രൈസ് കുറച്ചിട്ട് ഞങ്ങൾ പ്രൈസ് ഇനി കുറച്ച് കഴിഞ്ഞ് കൂട്ടും എന്നാണ് ഇവർ പറയുന്നത്. ഇതിനൊരു കിടിലിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാനത് മറന്നുപോയി. 8GB 128GB പ്രൈസാണ് 28,999. 8GB 256GB പ്രൈസാണ് 30,999. സോ ഇത് ഓരോ വേരിയൻറ്റിനും ആദ്യത്തെ ആഴ്ച കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. സോ പറ്റുമെങ്കിൽ ഈ ഫോൺ ആദ്യമേ തന്നെ ബുക്ക് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. കിടിലൻ വാല്യൂ ആണ്. OnePlus Nord 2ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 6GB 128GB പ്രൈസാണ് 27,999. 8GB 128GB പ്രൈസാണ് 29,999. 12GB 256GB പ്രൈസാണ് 34,999. സോ രണ്ട് ഫോണിന് നമുക്ക് ബാങ്ക് ഓഫേഴ്സും കിട്ടുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. സോ രണ്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ OnePlusൻ്റെ പ്രൈസ് കിടിലാണെന്ന് പറയാൻ കാര്യം ഈ 6GB വേരിയൻറ്റ് കണ്ടിട്ടാണ്. പിന്നെ 8GB അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ 6GB വേരിയൻറ്റ് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ കാണാനേ പറ്റുള്ളൂ, അത് കിട്ടത്തില്ല. ആമസോൺ ഇപ്പോൾ തന്നെ 29,999 എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ഒരു ഗിമിക്ക് വേരിയൻറ്റ് പോലെ ആയിട്ടാണ് തോന്നുന്നത്, കാരണം ഇത്രയും നാൾ OnePlus ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പം ഈ 6GB വേരിയൻറ്റ് കിട്ടുവാണെങ്കിൽ ഇത് മേടിക്കുക, ഇതാണ് ഏറ്റവും ബെസ്റ്റ് വാല്യൂ, എൻ്റെ ഒപ്പീനിയനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പോക്കോ അപ്പോൾ നല്ലതായിരിക്കുന്നു. ഒരിക്കലും അല്ല. പോക്കോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച ഫ്ലാഷ് സെയിലാണ് ഈ സാധനം വിൽക്കാൻ പോകുന്നത്. അപ്പോൾ 25,999 എന്ന പ്രൈസ് ഇന്ത്യക്കാർ ഇത്രയും കോടി ജനങ്ങൾ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര പേർക്ക് കിട്ടുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഈ ഫ്ലാഷ് സെയിൽ ആയതുകൊണ്ട് ഒരു സെറ്റപ്പും ഇല്ല. അപ്പോൾ രണ്ടും അതിൻ്റേതായ രീതിയിൽ കണക്കാണ്. എനിവേ പ്രൈസിങ് പോക്കോ F3 GTയുടെ കുറച്ച് കുറവാണ്. OnePlus Nordൻ്റെ 6GB വേരിയൻറ്റ് കിട്ടുകയാണ്, അത് നല്ലതാണ്. പക്ഷേ 8GBയിലേക്ക് പോവുകയാണെങ്കിൽ അതും ഓക്കേഷാണ്, പക്ഷേ അത്രയും പ്രൈസ് എനിക്ക് തോന്നുന്നില്ല അത്രയും മുടക്കേണ്ട കാര്യം ഉണ്ടോ എന്ന്. ഫൈനലി നമുക്ക് ഈ രണ്ട് ഫോൺസിനെ വേർഡിക്കിലേക്ക് കിടക്കാം. അപ്പോൾ പോക്കോ F3 GT ആരൊക്കെ മേടിക്കണം? അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെർഫോമൻസ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണം, ഗെയിമിങ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണം, നല്ലൊരു ബിൽഡ് വേണം, 10-bit AMOLED ഡിസ്പ്ലേ അല്ലെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ്, നല്ലൊരു കിടിലൻ ഡിസ്പ്ലേ വേണം, കൂടാതെ തന്നെ നല്ലൊരു കൂളിംഗ് സിസ്റ്റം ഉള്ളൊരു ഫോൺ വേണം, കൂടാതെ തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അത് ഡോൾബിയുടെ തന്നെയാണെങ്കിൽ അത്രയും സന്തോഷം. ഇങ്ങനെയുള്ള ആണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എങ്കിൽ തീർച്ചയായിട്ടും പോക്കോ F3 GTയിലേക്ക് നോക്കുക. ഇനി OnePlus Nord 2 ആരൊക്കെ മേടിക്കണം? നിങ്ങളൊരു നോർമൽ യൂസറാണ്, എന്നാൽ നിങ്ങൾക്ക് പെർഫോമൻസ് വേണം, ഓക്സിനോയ്സ് പോലെ ഒരു ക്ലീൻ UI നിങ്ങൾക്ക് വേണം, OnePlus എന്ന ഒരു ബ്രാൻഡ് വാല്യൂ. അപ്പോൾ കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു, ബ്രോ എനിക്കൊരു OnePlusൻ്റെ ഫോൺ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിലേക്ക് നോക്കുക. കാരണം 9 സീരീസിലും കൂടുതൽ ഞാൻ ഈ ഫോണെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം ഇത് കൊടുക്കുന്ന കാശിന് അത്യാവശ്യം മുതലാണ്. കൂടാതെ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ വേണം, സോണിയുടെ നല്ലൊരു ക്യാമറ സെൻസർ ഉള്ള ഒരു ഫോൺ വേണം. കൂടാതെ തന്നെ കുറേയേറെ 5G ബാൻഡ്സ് ഉള്ളൊരു 5G ഫ്യൂച്ചർ പ്രൂഫ് ഫോൺ വേണം, പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എങ്കിൽ ബേസിക്കലി നിങ്ങൾ പെർഫോമൻസ് ആണ് മെയിൻ എങ്കിൽ F3 GTയും, നിങ്ങളൊരു നോർമൽ യൂസറാണ് അത്യാവശ്യം ക്യാമറയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോഡിലേക്കും പോകുന്നതാണ് നല്ലത്. ഐ മീൻ Nord 2ലേക്കും പോകുന്നതാണ് നല്ലത്. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്, ആരെയും കൊന്നു? അപ്പം അതിൻ്റെ ഉത്തരവാണ് ആരെയും കൊന്നിട്ടില്ല. കാരണം F3 GTയുടെ പ്രൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ OnePlus ചെറുതായിട്ട് കില്ലായി എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്പെക്ക് നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ Nord 2 ആണ് ബെറ്റർ, ചില കാര്യങ്ങൾ F3 GT ആണ് ബെറ്റർ. ഈ രണ്ട് ഫോൺസും രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് ടാർഗറ്റ് ചെയ്യുന്നത്. F3 GT ഗെയിമേഴ്സിനെയും OnePlus നോർമൽ യൂസേഴ്സിനെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എന്താ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ ക്യാമറയുടെ ആ ഒരു കാര്യമാണ് F3 GTയുടെ ഒരു വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കാരണം ഒംനിവിഷൻ ആണ്. പക്ഷേ അവിടെ നമുക്ക് OnePlus നല്ല കിടിലൻ സോണിയുടെ സെൻസറാണ് തന്നിരിക്കുന്നത്. അപ്പം രണ്ട് രീതിയിലുള്ള ആൾക്കാരിലേക്ക് ടാർഗറ്റ് ചെയ്താണ് ഈ ഒരു രണ്ട് ഫോൺസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിവേ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും